Bring you greetings in Jesus' name. യേശുവിൻ്റെ നാമത്തിൽ വന്ദനം. We have a long day ahead of us. നമ്മളുടെ മുന്നിൽ ഒരു നീണ്ട ദിവസം ഉണ്ട്. I hope you are ready for all that God has for you. ഇന്ന് ദൈവം നമ്മൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന എല്ലാത്തിനു വേണ്ടി നിങ്ങൾ ഒരുക്കമുള്ളവരാണ് എന്ന് ഞാൻ കരുതുന്നു. Are you happy here this morning? ഇന്ന് രാവിലെ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? Are you happy being with God's people? ദൈവത്തിന്റെ ജനത്തിന്റെ കൂടെ ആയിരിക്കുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? Or are you saying, somehow I got stuck here, I don't know what to do, the door is closed, I can't escape also? അതോ നിങ്ങൾ ഇങ്ങനെ പറയാം, അയ്യോ ഞാൻ എങ്ങനെയോ ഇവിടെ വന്നു പറ്റി, കഥ അടച്ചിട്ടേക്കും, ഇനി ഓടിപ്പോകാൻ പറ്റുന്നില്ലല്ലോ എന്നാണോ നിങ്ങൾ പറയുന്നത്? We have a Lord's table in front of us. നമ്മുടെ മുന്നിൽ കർത്തൃമേശ ഉണ്ട്. We also have a couples meeting in the afternoon. ഉച്ചയ്ക്ക് ശേഷം ദമ്പതികൾക്ക് വേണ്ടിയുള്ള മീറ്റിംഗ് ഉണ്ട്. We're so glad to have Pastor Binoy here with us this morning. I can see you there in the back. Yes. ഇന്ന് പാസ്റ്റർ ബിനോയ് സിലിഗുഡിയിൽ നമ്മുടെ മധ്യേ ഉണ്ട്. I'm sure he will share a few words about what's happening there as well. അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് പാസ്റ്റർ ബിനോയ് നമ്മളോട് പങ്കുവെക്കുന്നതായിരിക്കും. I think he came to see Nikki, not to see us. എനിക്ക് തോന്നുന്നു നമ്മളെ കാണാനല്ലെന്ന് തോന്നുന്നു അദ്ദേഹം വന്നത്, നിക്കിച്ചാനെ കാണാനാണെന്ന്. All right. Can we move on to the message straight away, please? നമുക്ക് സന്ദേശത്തിലോട്ട് തന്നെ മുന്നോട്ട് നീങ്ങാം. And then we'll have the Lord's table after that. അത് കഴിഞ്ഞിട്ട് നമുക്ക് കർത്തൃമേശ ഉണ്ടായിരിക്കണം. A very important message before you this morning. വളരെ പ്രാധാന്യമുള്ള ഒരു സന്ദേശമാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് രാവിലെ തരുന്നത്. What I will be sharing with you is actually a series of 3 messages. ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് 3 സന്ദേശങ്ങളുടെ ഒരു പരമ്പരയായിരിക്കും. It is titled The Kingdom and the True Gospel. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരിക്കും, രാജ്യവും യഥാർത്ഥ സുവിശേഷവും. We'll be looking at the kingdom more today, and we'll be looking at the true gospel the next 2 Sundays. ഇന്ന് രാജ്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുന്നതായിരിക്കും കൂടുതൽ. ആ യഥാർത്ഥ സുവിശേഷത്തെക്കുറിച്ച് അടുത്ത വരുന്ന 2 ഞായറാഴ്ച നോക്കുന്നതായിരിക്കും. I say this is important for many reasons. പല കാരണത്താലാണ് ഇത് പ്രാധാന്യമുള്ള ഒരു സന്ദേശമാണ് എന്ന് ഞാൻ പറയുന്നത്. Also because we want to present to you from the pulpit the DNA of our church. ഈ മുന്നിൽ സ്റ്റേജിൽ നിന്നും കൊണ്ട് ഈ സഭയുടെ കാതില് എന്തുവാണ് എന്ന് സഭയെ പറഞ്ഞറിയിക്കാൻ ആഗ്രഹിക്കുന്നു. Every church has a particular DNA, a particular what do you say, nature actually. എല്ലാ സഭയ്ക്കും വ്യത്യസ്തമായ ചില സ്വഭാവങ്ങൾ ഉണ്ട്. And we also present the teaching in different ways actually. നമ്മൾ ഇവിടെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് പഠിപ്പീര് തരാറുമുള്ളത്. Of course every church has to present the same teaching. ശരിയാണ്, എല്ലാ സഭയും ഒരേ സന്ദേശമാണ് കൊടുക്കേണ്ടത്. But sometimes the churches can give emphasis on different things, different churches. പക്ഷെങ്കിൽ പല സഭകൾ പല കാര്യത്തിനാണ് ഊന്നൽ കൊടുക്കാറുള്ളത്. That's not wrong in itself, because everything actually adds up finally to one final teaching. അതിൽ തന്നെ തെറ്റൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാം ഒരുമിച്ച് നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒരേ സന്ദേശം, ഒരേ പഠിപ്പീരാണ് ജനത്തിന് കിട്ടുന്നത്. For example, one church in Kollam may be stressing on evangelism. ഒരു ഉദാഹരണത്തിന് കൊല്ലത്തിലുള്ള ഒരു സഭ സുവിശേഷത്തിനായിരിക്കും ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കുന്നത്. Another church may be stressing on discipleship. വേറെ ഒരു സഭ ശിഷ്യത്വത്തിന് ഊന്നൽ കൊടുക്കുന്നതായിരിക്കും. Another church may be saying let's do something together. മറ്റേ സഭ, മൂന്നാമത്തെ സഭ പറയും നമുക്ക് ഒരുമിച്ച് ചിലത് ചെയ്യാമെന്ന് പറയുന്നു. In one sense every church should be doing everything. ഒരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാ സഭയും എല്ലാം ചെയ്യുന്നുണ്ട്, ചെയ്യണം. പക്ഷെങ്കിൽ because every church may be small, a few people are in particular church, the leaders may be focusing on one particular aspect. സഭകൾ ചെറുതായ കാരണത്താൽ ലീഡേഴ്സ് ഒരു പ്രത്യേക കാര്യത്തിലായിരിക്കും ഊന്നൽ കൊടുക്കുന്നത്. When we see it from heaven, actually in Kollam all these things are happening, isn't it? So praise God, evangelism is happening, discipleship is happening. So when we take a particular city, all these things are happening in the church in one sense. സ്വർഗത്തിൽ നിന്ന്, ഉയരത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സുവിശേഷം നടക്കുന്നു,
ശിഷ്യത്വത്തിൽ വളരുന്നു, പ്രവർത്തികൾ നടക്കുന്നു, എല്ലാം നടക്കുന്നുണ്ട്. So it's easy for us to point finger at this church and say, you are focusing only on evangelism. നമുക്ക് വേണമെങ്കിൽ മറ്റുള്ള സഭകളിൽ വിരൽ ചൂണ്ടി പറയാം, നിങ്ങൾ ഇത് സുവിശേഷത്തിൽ മാത്രമാണ് ഊന്നുന്നതെന്ന് വിരൽ ചൂണ്ടാം. Or you can say, you are focusing only on discipleship. What is this? വേറൊരാൾ പറയും, നിങ്ങൾ വിരൽ ചൂണ്ടി പറയും, നിങ്ങൾ ശിഷ്യത്വത്തിൽ മാത്രമാണ് ഊന്നുന്നത്, അതെന്തും കൊണ്ട് അത് ശരിയല്ലല്ലോ എന്ന്. In a better way, we could say like this: praise God that you are doing evangelism. Maybe this church town needs more evangelism. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നിങ്ങൾ സുവിശേഷത്തിൽ ഊന്നൽ കൊടുക്കുന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, കൊല്ലം പട്ടണത്തിൽ കൂടുതൽ സുവിശേഷം വേണം, പടരട്ടെ എന്ന് You നമുക്ക് can say, പറയാം. praise God that you are stressing on discipleship because we want to learn from you as well. ശിഷ്യത്വത്തെ പഠിപ്പിക്കുന്നതിനെ വളർത്തുന്നതിനെ കുറിച്ചുള്ള ആ സഭയിൽ നമ്മൾക്ക് പറയാം, വേണം, ഞങ്ങൾക്കും വേണം, ഞങ്ങൾക്കും ശിഷ്യത്വത്തിൽ വളരണം, ഇനിയും അധികം ശിഷ്യത്വത്തിൽ ജനം വളരട്ടെ എന്ന് നമുക്ക് So we പറയാം. can learn from each other instead of criticizing each other, isn't നമ്മൾ it? മറ്റുള്ളവരെ പഴി പറയുന്നതിന് പകരം തമ്മിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കണം. That's what we are doing in our ACA church group meetings. All the pastors are so much at heart with each other. We are so love our ACA pastors meetings. അവിടെ അത് തന്നെയാണ് ACA പാസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ നടക്കുന്നത്. ഞങ്ങൾ പാസ്റ്റേഴ്സ് എല്ലാവരും ഒരു മനസ്സോടെ ഒന്നായിട്ട് സന്തോഷത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. Let me present to you the DNA of our church, the TDF. So I'm just trying to make you see what we stand in our teaching also when I present these things to you. ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ സഭ എന്തിൻ്റെ മേലാണ് നിൽക്കുന്നത്, സഭ എന്തിനാ മുൻതൂക്കം കൊടുക്കുന്നത്, അത് നിങ്ങൾ അറിയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Not just myself, everyone who is standing in this pulpit, we have the same message actually. എനിക്ക് മാത്രമല്ല, ഈ മുന്നിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്ന എല്ലാവർക്കും ഇതേ സന്ദേശമാണ് തരാനുള്ളത്. I hope and pray that we would all unite in our spirits and say, yes, this is the need of the hour for us to understand these things. ഞാൻ പ്രത്യാശിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, നമ്മളെല്ലാവരും ഒരുമിച്ച് ഐകമത്യത്തോടെ ഇതാണ് ഞങ്ങൾക്ക് ആവശ്യം, ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും പറഞ്ഞ് നമുക്ക് ഇതിനെ എടുത്തുകൊണ്ട് നമുക്ക് മുൻപോട്ട് Let me present നീങ്ങാം. to you a very important word, kingdom. രാജ്യം എന്ന് പറയുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു പദം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കട്ടെ. A very, very important word for us to comprehend in its entirety from the Bible. ദൈവവചനത്തിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് അത് മുഴുവനും മനസ്സിലാക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. You may be saying, well, I am just a woman, I don't know, want to know more about this. Don't sleep, please listen carefully. This is important for all of us. നിങ്ങൾ പറഞ്ഞേക്കാം, അയ്യോ ഞാനൊരു സ്ത്രീ, ഞാൻ ഈ രാജ്യമൊക്കെ കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെയല്ല, നമ്മളെ ഓരോരുത്തരെ കുറിച്ചും ഇത് പ്രസക്തിയുള്ളതാണ്, ശ്രദ്ധിച്ചു You കേൾക്കണം. have the wrong picture, you can go to all kinds of problems. നമ്മൾക്ക് തെറ്റായ ചിത്രമാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ നമ്മൾ തെറ്റിപ്പോകാൻ You know, സാധ്യതയുണ്ട്. in Israel today, some churches are actually willing to fight for Israel physically. You know why? ഇന്ന് ചില സഭകള് ഇസ്രായേലിന് വേണ്ടി അവര് ആശ്ചര്യമായിട്ടും യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറാണ്. യുദ്ധം ചെയ്യുന്നതിന് കാരണം എന്താണെന്നറിയാമോ? Because they believe from the Bible that the kingdom of Israel has to expand before the Lord comes. അത് കാരണം എന്താന്ന് വെച്ചാല് അവര് ചിന്തിക്കുന്നു, ആ സഭകൾ ചിന്തിക്കുന്നു, കർത്താവ് യേശു ക്രിസ്തു മടങ്ങി വരുന്നതിന് മുമ്പേ ഇസ്രായേൽ രാജ്യം അത് മുഴുവനും അത് വികസിച്ച് പടരേണ്ടതായിട്ടുണ്ട് എന്ന്. In fact, the entire kingdom of Israel, that includes all the 12 tribes and all, that is much bigger than it is today. ഇന്ന് ഇസ്രായേലിൽ കാണുന്ന ആ ഇസ്രായേൽ അല്ല വാസ്തവമായിട്ടും അത് പടന്ന് അത് വലുതായി. It was much bigger before. പണ്ട് ഇപ്പം കാണുന്ന ഇസ്രായേൽ പോലെ അല്ല, ഇതിനെക്കാട്ടിലും വലുത് തന്നെയായിരുന്നു. It included parts of Syria, parts of Jordan, so many places. It was all part of the 12 tribes of Israel. It was big. ഇന്നത്തെ സിറിയ, ജോർഡൻ എല്ലാം പണ്ട് ആ ഇസ്രായേൽ 12 ഗോത്രങ്ങൾക്ക് കൊടുത്ത ഭാഗമായിരുന്നു. And now so these churches believe that God should restore this land back to Israel, and they are willing to fight physically to make this happen. ഇന്ന് സഭ വിശ്വസിക്കുന്നത്, സഭകള് ചില
കുറച്ച് സഭകൾ. കുറച്ച് സഭകൾ വിശ്വസിക്കുന്നത് ഈ അവർ ഇസ്രായേലിന് നഷ്ടപ്പെട്ട ഭൂമിയെല്ലാം തിരിച്ചു കിട്ടിയേ പറ്റത്തുള്ളൂ. ഇത് അതിനുവേണ്ടി സഭകള് യുദ്ധം ഉണ്ടാക്കാനായിട്ട് തന്നെ തയ്യാറാണ്. Just imagine sending your sons and daughters, go fight for Israel, die for Israel, because that is what the Bible tells us to do. അവരുടെ മക്കളോട് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഇതാണ്, നിങ്ങൾ ചെന്ന് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യാനായിട്ട് നിങ്ങൾ സജ്ജമാകുക എന്ന് വെച്ചാൽ അതാണ് ദൈവത്തിന്റെ ഹിതം എന്ന് അവർ പഠിപ്പിക്കുന്നു. So do you see, this is how important it is for us to understand the concept of kingdom. Very important. അതുകൊണ്ടാണ് രാജ്യം എന്ന് പറയുന്ന ആ പദം അതിന്റെ കാതലായ കാര്യം എന്തോ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. The simplest meaning of the word kingdom is the king who reigns. രാജ്യം എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും ലളിതമായ അർത്ഥം ഇതാണ്, രാജാവ് വാഴുന്നു. See, we have a country called United Kingdom. ഇന്ന് ഇംഗ്ലണ്ട് ആ സ്ഥലത്തിന് യുണൈറ്റഡ് കിങ്ഡം എന്നാണ് It is not a kingdom, it is more of a democracy, isn't it? ഇന്ന് പക്ഷെങ്കിൽ അത് രാജാവ് ഭരിക്കുന്ന ഒരു സ്ഥലമല്ല, അത് ജനാധിപത്യമുള്ള സ്ഥലമാണ്. But its name is United Kingdom. പക്ഷെങ്കിൽ പറയുന്നത് ഐക്യമത്യപ്പെട്ട രാജ്യം. But a kingdom is more true. For instance, now take the kingdom of Saudi Arabia. They are really a kingdom because they have a king. ഇന്ന് നമ്മൾ സൗദി അറേബ്യയിൽ നോക്കുവാണെങ്കിൽ അതിനെ പിന്നെയും രാജ്യം എന്ന് വിളിക്കുന്നത് കാരണം എന്തുവാ, അതിന്റെ മേൽ ഭരിക്കുന്നത് ഒരു രാജാവാണ്. The king can cut off your head if he wants to, isn't it? ആ രാജാവിന് വേണമെങ്കിൽ നിങ്ങളുടെ തല വെട്ടാം. That's what he did to one journalist in Europe. He just cut off his head one day. യൂറോപ്പിലുള്ള Saudi ഒരു ജേർണലിസ്റ്റിനെ അദ്ദേഹം ചെയ്തത് അങ്ങനെയാണ്, ഒരു ദിവസം തല വെട്ടി. അദ്ദേഹത്തിന് ഹിതം അങ്ങനെ ഇഷ്ടം തോന്നി അത് ചെയ്തു. No one could do anything about it. The whole world couldn't do anything about it. ലോകമെമ്പാടും ആർക്കും ഒന്നുമേ ചെയ്യാൻ സാധിച്ചില്ല അദ്ദേഹം അത് തീരുമാനിച്ചപ്പോൾ. You see, the simplest meaning of the word kingdom is a king who reigns. രാജ്യം എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും ചെറിയ രീതിയിൽ അതിന്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ ഒരു രാജാവ് I want വാഴുന്നു. to present to you different ways that we should view this word kingdom. ഈ രാജ്യം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് എന്ന് ഞാൻ പല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി The തരാം. first thing you should note is this. ആദ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, God's kingdom is from everlasting to everlasting. ദൈവത്തിന്റെ രാജ്യം എന്നേക്കും ഉള്ളതാണ്. What do I mean by that? അതിന്റെ അർത്ഥം എന്താണ്? He has absolute rule over the entire earth. കർത്താവിന് മുഴുവനായിട്ടുള്ള ഈ ഭൂമിയുടെ മേൽ സർവവാഴ്ച സർവാധികാരം ഉണ്ട്. Please keep that in mind. അത് നമ്മുടെ മനസ്സിൽ നമ്മൾ വെക്കണേ. No one can take away that reign. ആ കർത്തൃത്വം ആർക്കും എടുത്തു മാറ്റാൻ He is പറ്റില്ല. absolute ruler of all that we see and that we cannot see. His kingdom is forever. അവന്റെ രാജ്യത്വം, കർത്താവിന്റെ രാജ്യത്വം എന്നേക്കും ഉള്ളതാണ്. അത് ആർക്കും എടുത്തു മാറ്റാൻ പറ്റത്തില്ല. എല്ലാത്തിന്റെ മേൽ സർവാധികാരിയായ കർത്താവ്. No one has and no one can take away that reign. ആ കർത്തൃത്വം ആർക്കും എടുത്തു മാറ്റാൻ പറ്റിയിട്ടില്ല, ഇനി എടുത്തു മാറ്റാൻ പറ്റത്തുമില്ല. Then you may ask, what about the kingdom of darkness? അപ്പൊ നിങ്ങൾ ചോദിച്ചേക്കാം, ഇരുട്ടിന്റെ രാജ്യത്തെ കുറിച്ച് എന്ത് പറയുന്നു? What about the devil's kingdom? അപ്പൊ നിങ്ങൾ ചോദിച്ചേക്കാം, പിശാചിന്റെ രാജ്യത്തെ കുറിച്ച് എന്ത് It പറയുന്നു? is simply a king who wants to challenge God's kingdom. അത് പറയാണെങ്കിൽ ഇങ്ങനെയാണ്, ഇത് വേറെ ഒരു രാജാവ് ദൈവത്തിന്റെ രാജ്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു രാജാവ്. And God has allowed his kingdom for a particular period. ഈ ഇവരുടെ രാജ്യം ഒരു കാലാവധിക്ക് വേണ്ടി ദൈവം അനുവദിച്ചു എന്ന് മാത്രം. But remember, listen to this carefully. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു The കേൾക്കണേ, devil does not have absolute reign like God has. ദൈവത്തിന് അധികാരം ഉള്ളതുപോലെ പിശാചിന് സർവ അധികാരം ഇല്ല. He can rule only over those who have bowed their knee to him. അവന്റെ മുന്നിൽ മുട്ട് മടക്കിയവരുടെ ജീവിതത്തിൽ മാത്രമേ അവൻ അധികാരം എടുക്കാൻ പറ്റത്തുള്ളൂ. And God reigns even over the devil in that sense, isn't it? ഒരു വിധത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പിശാചിന്റെ ആഗോളത്തിന് മേലും ദൈവം തന്നെയാണ് God വാഴുന്നത്. can destroy him at any time. പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് ദൈവത്തിന് പിശാചിനെ നശിപ്പിക്കാൻ But right പറ്റും. now he is challenging God's kingdom.
ഇന്ന് പിശാച് ദൈവത്തിന്റെ രാജ്യത്തിനെ വെല്ലുവിളിക്കുവാണ്. Because God has allowed it to happen. കാരണം എന്തുവാ? ദൈവം അത് അനുവദിച്ചുകൊണ്ടാണ്. It is not like other religions believe about good and evil. അത് മറ്റുള്ള മതങ്ങൾ വിശ്വസിക്കുന്ന പോലെ നല്ലതും തീയതും എന്നുള്ളതല്ല. We're coming from a Hindu background, for instance. അഥവാ ഒരു ഹിന്ദു പശ്ചാത്തലത്തിൽ നിന്ന് You വരുന്നവരാണെങ്കിൽ may think about gods who are good and gods who are bad, and they're always fighting each other. അവിടെ നമ്മൾ കാണുന്ന എന്തുവാ? നല്ല ദൈവങ്ങളും യുദ്ധം ചെയ്യുന്ന ദൈവങ്ങളും അവര് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുവാണ്. And sometimes the evil gods win, sometimes the good gods win. It's always war is going ചില on. സമയത്ത് നല്ല ദൈവങ്ങള് വാഴുന്നു, ചില സമയത്ത് ദുഷ്ടനായ ജയിക്കുന്നു. ചില സമയത്ത് ദുഷ്ടനായ ദൈവങ്ങള് ജയിക്കുന്നു. ഇങ്ങോട്ടങ്ങോട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. Both are fighting against one another. And one day ഞങ്ങൾ നമ്മളോർക്കും ഒരു ദിവസം നന്മ ജയിക്കും. Praise God, hallelujah. That's not the way it works, And we my dear think friends. one day that the good will reign, but that's not the way. Oh, please note the devil has limited reign. നമ്മൾ മനസ്സിലാക്കണം, പിശാചിന് അവന്റെ കർത്തൃത്വത്തിന് പരിമിതിയുണ്ട്. Number 2 about the kingdom is this. രാജ്യത്വത്തിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടാമത്തെ Has പോയിന്റ് to be ഇതാണ്. seen this way also. ഇങ്ങനെയും കാണാം, It is God offering to reign over Israel. ദൈവം ഇസ്രായേലിന്റെ മേൽ വാഴാനായിട്ട് ദൈവം തന്നെത്താൻ ഏൽപ്പിച്ച് കൊടുക്കുവാണ്. In a very special way. ഒരു പ്രത്യേക രീതിയിൽ He wants to make them a kingdom of priests. അവരെ ഒരു പുരോഹിത രാജ്യം തന്നെ ആക്കിയെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. He wants them to enjoy his special care and love. ദൈവത്തിന്റെ ഒരു പ്രത്യേക തരം സ്നേഹവും സംരക്ഷണവും ഇസ്രായേൽ ജനം അനുഭവിക്കണം എന്ന് ദൈവം He ആഗ്രഹിക്കുന്നു. rescued them. ദൈവം അവരെ വിടുവിച്ചു. And now he wants them to become a holy nation. ദൈവം ആഗ്രഹിക്കുന്നത് ഇനിയും അവരെ ദൈവം വിടുവിച്ചു, ആ ദേശം ഇനിയും ഒരു വിശുദ്ധ ദേശമായി തീരണമെന്ന്. Let's read Exodus chapter 19, please. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം Verse 4 to 6, very important for us to understand this. 4-ാം വാക്യം തൊട്ട് 6-ാം വാക്യം വരെ. Quickly, please, can you read Exodus 19, verse 4? ഇവിടെ നോക്കി വായിക്കാം. ആരാ വായിക്കുന്നത്? അനിത. ഞാൻ മിസ്രൈമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എന്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. Okay. ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ടനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവും ആകും. See, all the earth is mine, he says. Every people is mine. Everyone is mine, he says. ദൈവം പറയുന്നത് എന്തുവാണ്? ഈ രാജ്യവും ഈ ഭൂമിയും ഇതെല്ലാം ജനവും ഇതെല്ലാം എന്റേതാണെന്ന് ദൈവം എല്ലാ പറയുന്നത്. ജനങ്ങളും എന്റേതാണ്. പക്ഷെങ്കിൽ All these are mine, but ഞാൻ നിങ്ങളെ ഒരു പ്രത്യേക ജനമായി ആക്കുവാൻ ആഗ്രഹിക്കുകയാണ്. I want to make you a peculiar nation. I want to make you a kingdom of priests. ഒരു പുരോഹിത രാജ്യമാക്കി തീർക്കാൻ ഞാൻ Think ആഗ്രഹിക്കുകയാണ്. of it for a moment. നിങ്ങൾ ഒന്ന് ചിന്തിച്ചേ. Under that kingdom, it is not just subjects that we just like ordinary people like you and Allah. We are supposed to be priests. Israel was supposed to be priests unto God. ആ രാജ്യത്തിലെ ആൾക്കാര് സാധാരണ ആൾക്കാരായിട്ട് ജീവിക്കാനല്ല ആഗ്രഹിക്കുന്ന, ആ ദൈവം ആഗ്രഹിക്കുന്ന ആ രാജ്യത്തില് ആൾക്കാരെ ഓരോ വ്യക്തികളെല്ലാവരും ദൈവത്തിന് പുരോഹിതന്മാരായിട്ട് ജീവിക്കണമെന്ന്. അങ്ങനെയാണ് ദൈവം മനസ്സിൽ വെച്ചത്. That was God's intention. നിങ്ങളൊരു രാജകീയ പുരോഹിതന്മാരായിട്ട് ജീവിക്കണം. I want to make you a holy nation. നിങ്ങളൊരു വിശുദ്ധ ജാതി, വിശുദ്ധ വംശമായിട്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Of course, the whole earth is mine. ഈ ലോകം ഭൂമി മുഴുവനും എന്റേതാണ്. But I have set my attention on you. പക്ഷെങ്കിൽ നിങ്ങളുടെ മേൽ ഞാൻ എന്റെ ദൃഷ്ടി വെച്ചിരിക്കുന്നു. You are my treasured possession. നിങ്ങൾ എന്റെ പ്രത്യേക എന്റെ വകയാണ്. Very soon they rejected this notion of being priest unto God. പക്ഷെങ്കിൽ പെട്ടെന്ന് അവര് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട പുരോഹിതന്മാർ എന്നുള്ള ആ വാസ്തവത്തെ അവര് തിരസ്കരിച്ചു. Now they want a physical king.
അവർക്കിപ്പം വേണ്ടിയത് എന്തുവാ? ആശ്ചര്യമായിട്ട് ഒരു ആള് രാജാവായിട്ട് Give us a king, they cried out to God, just like other people have kings. അവർ ദൈവത്തോട് നിലവിളിച്ചെന്തോ, ദൈവമേ മറ്റുള്ള രാജ്യങ്ങളിൽ രാജാവ് വാഴുന്നത് പോലെ ഞങ്ങൾക്ക് ഒരാള് രാജാവായിട്ട് You വേണം. know what God told Samuel? അവർ സാമുവേൽ പ്രവാചകനോട് എന്താ പറഞ്ഞെന്നറിയാമോ? They have rejected me as king, God told Samuel. ദൈവം സാമുവേലിനോട് പറഞ്ഞത്, ഇസ്രായേൽ ജനം എന്നെ തിരസ്കരിച്ചിരിക്കുന്നു. It is not because they just want a king, they have rejected me as king. അവർക്ക് ഒരു രാജാവ് വേണം എന്നല്ല, മറിച്ച് ഞാൻ രാജാവായി ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എന്നെ അവർ തിരസ്കരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. And now you know what? നമുക്കറിയാമോ? Now God can reign over them only if their king decides to come under God. ഇപ്പോൾ അവരുടെ മേൽ ദൈവത്തിന് വാഴണമെങ്കിൽ അവരുടെ രാജാവ് ദൈവത്തിന് മുന്നിൽ മുട്ടുമടക്കിയാൽ മാത്രമേ അവരുടെ മേൽ ദൈവത്തിന് വാഴാൻ പറ്റത്തുള്ളൂ. You know the story what happened after that, isn't it? അത് കഴിഞ്ഞ് ഇസ്രായേൽ രാജ്യത്തിന് മേൽ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. But remember, God said like this about David. പക്ഷെങ്കിൽ നിങ്ങൾ ഓർക്കണം, ദാവീദിനെ കുറിച്ച് ദൈവം ഇങ്ങനെ പറഞ്ഞു. God promises David that he will make his kingdom an everlasting kingdom. ദൈവം ദാവീദിനോട് വാഗ്ദത്തം ചെയ്യുവാണ്, അവന്റെ രാജ്യത്വം നിത്യരാജ്യം ആക്കും എന്ന്. Please note this point. നിങ്ങൾ ഈ പോയിന്റ് ശ്രദ്ധിക്കണേ. It seemed that they wanted their own way. അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം പോകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് കണ്ടാൽ But തോന്നിയേക്കാം. God can never fail. He brought this also as part of his purpose and plan. പക്ഷെങ്കിൽ ദൈവം പരാജയപ്പെട്ടു പോകുന്ന ദൈവമല്ല. ദൈവം ഇതിനെ പുനർസ്ഥാപിക്കാനായിട്ട് പദ്ധതിയിട്ടു. Even when sin came upon the world, ലോകത്തിന്റെ മേൽ പാപം വന്നപ്പോൾ God did not say, what shall I do? ദൈവം പറഞ്ഞില്ല, അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് God പറഞ്ഞില്ല. said, I will bring out my glory through this. ദൈവം പറഞ്ഞു, ഞാൻ ഇതിൽ കൂടി ഞാൻ എൻ്റെ മഹത്വം വെളിപ്പെടുത്തുമെന്ന്. ഹല്ലേലൂയ. താങ്ക് യു. That doesn't mean we should sin, my dear friends. സുഹൃത്തുക്കളെ, അതിനർത്ഥം നമ്മൾ ഇനിയും പാപം ചെയ്യണമെന്നല്ല. But every time man sins, you know what? പക്ഷെങ്കിൽ ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാമോ, It reveals more of the mercy of God. അവിടെ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ കൂടുതൽ ദൈവം It വെളിപ്പെടുത്തും. magnifies the nature of God. He is merciful. ദൈവം കരുണയുള്ള ദൈവമാണ്. And so God was not thwarted. God was not defeated. ദൈവം പരാജയപ്പെട്ടില്ല. He said through David, ദാവീദിൽ കൂടി ദൈവം ഇങ്ങനെ പറഞ്ഞു, I will make his kingdom an everlasting kingdom. ഇവന്റെ രാജ്യം ഞാൻ ഒരു നിത്യരാജ്യത്വമാക്കും. You know, there was an interruption in that plan. There was interruption in that. അവിടെ ആ ദൈവം അന്ന് പറഞ്ഞ ആ പദ്ധതിക്കകത്ത് ഒരു ഇടവേള ഉണ്ടായി. Because evil kings followed after David, isn't it? അതിന്റെ കാരണം എന്തുവാ? ദാവീദ് കഴിഞ്ഞിട്ട് ദുഷ്ട രാജാക്കള് ഇസ്രായേൽ മേൽ വാഴാൻ തുടങ്ങി. Finally they were taken into slavery. അവസാനം അവരെ അടിമത്തത്തിലോട്ട് കൊണ്ടുപോയി. The Syrians took them first. അസിറിയക്കാർ അവരെ കൊണ്ടുപോയി. And then the Babylonians took them. Babylonians took them. അവരെ And കൊണ്ടുപോയി. then the Persians came. അത് കഴിഞ്ഞിട്ട് പേർഷ്യൻസ് അവരുടെ മേൽ They were വന്നു. knocked about like a football in these empires. They were kicked around like football all over the place. അവരവരുടെ രാജ്യങ്ങളിൽ ഇവരെ അടിമകളായിട്ട് കൊണ്ടുപോയിട്ട് അവരെ തൊഴിച്ച് നാശമാക്കി. They lost their land and their temple. അവരുടെ ആ വസ്തുവകകളും അവരുടെ രാജ്യവും അവരുടെ ദേവാലയവും എല്ലാം അവർ കീഴടക്കി. Finally, through the Persian king, they got the land. അവസാനം പേർഷ്യൻ രാജാവിൽ കൂടി ആ സ്ഥലം അവർക്ക് മടക്കി They built the ലഭിച്ചു. temple through Nehemiah, the walls and everything. ആ നെഹെമ്യായിൽ കൂടി അവര് ആ ദേവാലയം പണിതു. But they still had no king. പക്ഷെങ്കിൽ അന്നേരവും അവരുടെ മേൽ രാജാവില്ലായിരുന്നു. They were groaning, my dear friends. അവര് ആ സമയത്ത് നിലവിളിക്കുമായിരുന്നു. But they did not forget God's promise.
How could they forget God's promise? അതിന്റെ കാരണം ഇതാണ്, ദൈവത്തിന്റെ വാഗ്ദത്തം അവരെങ്ങനെ മറക്കും? Oh, they knew what God had said through David. ദാവീദിൽ കൂടി ദൈവം പറഞ്ഞത് അവർക്ക് They knew what God had said through Daniel. ദാനിയേലിൽ കൂടി ദൈവം പറഞ്ഞത് അവർ ഓർത്തു. They knew what God had said through Micah and Zechariah the prophets. മീഖായും സെഫന്യ പ്രവാചകന്മാരിൽ കൂടി ദൈവം പറഞ്ഞത് അവർ At ഓർത്തു. least one thing they knew about this God of theirs. ഈ ദൈവത്തെ കുറിച്ച് ഒരു കാര്യം അവർക്കറിയാമായിരുന്നു. No one can thwart the plans of God. ദൈവത്തിന്റെ പദ്ധതികൾ ആർക്കും അലസിക്കളയാൻ പറ്റത്തില്ല എന്നുള്ള വാസ്തവം അവർ അറിഞ്ഞിരുന്നു. They were groaning. അവരുടെ ഉള്ളിൽ അവർ ഞെരുങ്ങുമായിരുന്നു. And then there was the 400 years of silence. അത് കഴിഞ്ഞ് 400 വർഷം ദൈവം നിശബ്ദനായിട്ടിരിക്കുന്നു. Finally, Herod came and began to rule over them. He was their man, but he was ruling for the Romans, not for them. അത് കഴിഞ്ഞിട്ട് അവസാനം ഹെരോദ് രാജാവ് വന്ന് അവരുടെ മേൽ വാഴാൻ തുടങ്ങി. He was ruling for the Romans. ഹെരോദ് അന്നേരം റോമർക്ക് വേണ്ടി, റോമ സാമ്രാജ്യത്തിന് മേലെയായിരുന്നു വാഴോണ്ടിരുന്നത്. Imagine their excitement when John the Baptist came after 400 years and began to speak from God. ആലോചിച്ച് നോക്കിക്കുക, അവരുടെ സന്തോഷം എത്രമാത്രം അങ്ങ് കൂടുതലായിരിക്കും. 400 വർഷം സ്വർഗം നിശബ്ദനായിട്ട് ഇരുന്നതിന് ശേഷം യോഹന്നാൻ സ്നാപകൻ ദാ വന്നിരിക്കുന്നു. He was talking about the promised kingdom once again. വാഗ്ദത്തം ചെയ്ത രാജ്യത്തെ കുറിച്ച് വിളിച്ചു പറയുമായിരുന്നു യോഹന്നാൻ But his സ്നാപകൻ. message was like this. പക്ഷെങ്കിൽ സന്ദേശം ഇങ്ങനെയുള്ളതായിരുന്നു. Repent, for the kingdom of heaven is at hand. അനുതപിക്കുക, സ്വർഗരാജ്യം വന്നിരിക്കുന്നു എന്നാണ് വിളിച്ചു പറഞ്ഞത്. Suppose you want to become a citizen of America today. ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾക്ക് ഇന്ന് അമേരിക്കയുടെ ഒരു പൗരനാകാൻ ആഗ്രഹമുണ്ട് എങ്കിൽ You'll apply for a visa, you'll do all kinds of tricks, isn't it? നമ്മൾ എന്തോ ചെയ്യും? വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യും, പറ്റുന്ന പണി എല്ലാം നോക്കും ആ വിസ But കിട്ടാനായിട്ട്. America will not say repent and then you can come to America. പക്ഷെങ്കിൽ അമേരിക്കയിലെ അധികാരികൾ ഇങ്ങനെ പറയത്തില്ല, നിങ്ങൾ അനുദപിക്കുക, അമേരിക്കയുടെ പൗരനാകും എന്ന് പറയത്തില്ല നമ്മളോട്. You see, they are waiting for the kingdom. Israel was waiting for ഇസ്രായേൽ the kingdom. രാജ്യം, അവരുടെ രാജ്യത്വം അവരുടെ മേൽ രാജാവ് വന്ന് They were രാജ്യം waiting- സ്ഥാപിക്കാൻ അവർ They were കാത്തിരിക്കുന്നു. waiting for the king. രാജാവിന് വേണ്ടി അവർ കാത്തിരിക്കുന്നു. But this message they did not like very much. പക്ഷെങ്കിൽ ഈ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ സന്ദേശം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. Well, they tried anyhow. പക്ഷെ എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് വെച്ച് Let's go ശ്രമിച്ചു. and get baptized through John the Baptist. എന്നാ വേണമെങ്കിൽ യോഹന്നാൻ സ്നാപകന് കൂടി സ്ഥാനപ്പെടണമെങ്കിൽ അങ്ങ് പെട്ടേക്കാം. എങ്കിലും രാജ്യം എന്ന് വരട്ടെ. Somehow we'll get the kingdom. പരീശന്മാർ പോയി, സദുക്കന്മാർ പോയി. The Pharisees went, the Sadducees went. You know what John the Baptist said? യോഹന്നാൻ സ്നാപകൻ എന്ത് You പറഞ്ഞെന്നറിയാമോ? brood of vipers, who warned you? നിങ്ങൾ സർപ്പസന്തതികളെ, നിങ്ങൾ ആരാണ്? Warn ചെയ്തത്. മുന്നറിയിപ്പ് കൊടുക്കുമായിരുന്നു. Oh, you see, they knew that something was wrong somewhere. അവർക്കറിയാമായിരുന്നു എന്തോ എവിടെയോ തെറ്റ് പറ്റുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകാൻ തുടങ്ങി. Jesus came and said the same thing. Repent, for the kingdom of God is near you. യേശുക്രിസ്തു വന്ന് ഇത് തന്നെ വിളിച്ചു പറഞ്ഞു, മനസാന്തരപ്പെടുക, അനുതപിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. But look at that phrase, kingdom of heaven. ആ പദം ഒന്ന് നിങ്ങൾ ചിന്തിച്ചേ, Have you സ്വർഗരാജ്യം. thought of it for a moment? നിങ്ങളൊന്ന് ചിന്തിച്ചേ. This was what was being offered to Israel at that time. ഇതായിരുന്നു ഇസ്രായേലിനും ദൈവം കൊടുക്കാൻ ആഗ്രഹിച്ചത്. It was not said, repent, for the kingdom of David is being offered to you. ഇങ്ങനെയല്ല പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെടുക, ദാവീദിന്റെ സിംഹാസനം നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്നു എന്നല്ല പറഞ്ഞത്. They knew the prophecies of old. അവർക്ക് പണ്ടേയുള്ള പ്രവചനങ്ങൾ അവർക്ക് They knew the അറിയാമായിരുന്നു. prophecy of Daniel, who said, a kingdom is going to come that is going to last forever. It will destroy every other kingdom. ദാനിയേലിൽ കൂടി ദൈവം പറഞ്ഞ പ്രവചനം അവർ ഓർത്തു, ഒരു രാജ്യത്വം വരും, അത് എന്നേക്കുമായിട്ട് നിലനിൽക്കുന്ന ഒരു രാജ്യത്വമായിരിക്കുമെന്ന്. Why did God use that term, kingdom of heaven? സ്വർഗരാജ്യം എന്നുള്ള പദം എന്തും കൊണ്ട് ദൈവം ഉപയോഗിച്ചു? Because he wanted to reign through his son Jesus Christ. അതിന്റെ കാരണം ഇതാണ്,
യേശു ക്രിസ്തുവിൽ കൂടി, അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടി അവൻ തന്നെ ഈ ജനത്തിന്റെ മേൽ വാഴാൻ Jesus had come to continue the reign of David. യേശു വന്നത് ദാവീദിന്റെ ആ രാജ്യത്തെ മുന്നോട്ട് He was the കൊണ്ടുപോകാൻ. offspring of David. അവൻ ദാവീദിന്റെ സന്തതിയായിരുന്നു. But Jesus Christ had also come to bring back the holy nation. പക്ഷെങ്കിൽ യേശു വന്നത് ആ വിശുദ്ധ ജനത്തെ മടക്കി കൊണ്ടുവരാനായി കൂടെയായിരുന്നു. Yeah, he brought back the concept of royal priesthood, kingdom of priests. രാജകീയ പുരോഹിത വർഗം എന്നുള്ള ആ ഒരു തത്വം യേശുക്രിസ്തു മടക്കി കൊണ്ടുവന്നു. But remember, the condition was to enter was through repentance. പക്ഷെങ്കിൽ നമ്മൾ ഓർക്കണം, അവിടെ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. മാനസാന്തരത്തിൽ കൂടി, അനുതാപത്തിൽ കൂടി മാത്രമേ We look at പ്രവേശനമുള്ളൂ. this word when we come next time, a very, very important word. അടുത്ത പ്രാവശ്യം നമ്മൾ മടങ്ങി വരുമ്പോൾ നമുക്ക് ഈ വാക്ക് നമുക്ക് ശ്രദ്ധിക്കാം. Kingdom life was being offered to the Jews. യഹൂദന്മാർക്ക് ആ രാജ്യത്തിന്റെ ജീവിതം അവർക്ക് വേണ്ടി കർത്താവ് ലഭ്യമാക്കി തുറന്നു കൊടുത്തു. When you read Matthew 5, 6 and 7, മത്തായിയുടെ സുവിശേഷം 5, 6, 7 നമ്മൾ വായിക്കുമ്പോൾ Christ was telling them, what is this kingdom life all about? യേശു ക്രിസ്തു അവരോട് പറഞ്ഞു മനസ്സിലാക്കുവാണ്, ഈ രാജ്യത്തിന്റെ ജീവൻ എന്ന് പറയുമ്പോൾ അത് എന്താ He അർത്ഥമാക്കുന്നത്. did not tell them that they had entered, അവരെ ആ രാജ്യത്തിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞു എന്നല്ല but യേശുവോട് he told പറഞ്ഞത്. them that this is what it is all about. പക്ഷേ അവരോട് യേശു ക്രിസ്തു വിളിച്ചു പറയുവാണ്, രാജ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന്. They were shocked to hear all this. അവര് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. The Pharisees had their own laws, പരീശന്മാർക്ക് അവരുടേതായ ന്യായപ്രമാണങ്ങൾ but this ഉണ്ടായിരുന്നു. is too much. പക്ഷെങ്കിൽ അതോ ഭയങ്കര ഭാരമുള്ള ന്യായപ്രമാണം. But this is too much what Jesus പക്ഷെങ്കിൽ Christ said. യേശു ക്രിസ്തു പറയുന്നത് ഞങ്ങൾക്ക് ഇതൊന്നും ദഹിക്കുന്നില്ല, ഇതൊക്കെ ഭയങ്കരമാണ്. It was told to you, do not commit adultery. It was told to you. നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങള് വ്യഭിചാരം ചെയ്യരുത്. But now let me tell you, you cannot even look at a woman with lust in your eyes. പക്ഷെങ്കിൽ ഇപ്പോൾ യേശു വിളിച്ചു പറയുകയാണ്, പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു, ഒരു സ്ത്രീയെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ കണ്ണിൽ മോഹത്തോടെ നിങ്ങൾ നോക്ക പോലും It was ചെയ്യരുത്. told to you, do not murder. നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ കൊല ചെയ്യരുത്. But let me tell you, you can't even get angry with someone. പക്ഷെങ്കിൽ നിങ്ങൾ വേറൊരാളോട് ദേഷ്യപ്പെട്ടാൽ They would have said, what is all this? അവർ പറഞ്ഞു, ഓ ഇതൊക്കെ എന്താണ് ഈ പറയുന്നത്. That's exactly what Jesus wanted to hear from them. അത് തന്നെയാണ് യേശു ക്രിസ്തു അവരിൽ നിന്ന് കേൾക്കാനും In ആഗ്രഹിച്ചത്. fact, he told them like this, പക്ഷെ യേശു ക്രിസ്തു അവരോട് ഇങ്ങനെ പറഞ്ഞു, unless your righteousness exceeds the righteousness of the Pharisees, you will by no means enter. യേശു ക്രിസ്തു അവരോട് പറഞ്ഞത്, ഈ പരീശന്മാരുടെ നീതി പ്രവൃത്തിയെക്കാട്ടിലും നിങ്ങളുടെ നീതി പ്രവൃത്തി മുന്നമേ നിന്നില്ലെങ്കിൽ, കൂടുതലായിട്ട് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ What did പറ്റില്ല. it mean? Very simply, what did it mean? അതിന്റെ അർത്ഥം എന്താണ്? Very simply, വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ there is ഇങ്ങനെയാണ്. no way you can enter by yourself. പറഞ്ഞു വരുന്നത് ഇതാണ്, നിങ്ങളുടെ സ്വന്തം കഴിവും കൊണ്ട് ഈ രാജ്യത്തിനകത്ത് ഒരിക്കലും പ്രവേശിക്കാൻ എത്താൻ പറ്റില്ല. പോകുന്നില്ല. പരീശന്മാർ നീതിക്കാട്ടിലും നിങ്ങൾക്ക് എന്തോ ചെയ്യാൻ പറ്റും? Oh, even if the Pharisees can't enter, then who can enter? നമ്മൾ അതിന്റെ കാൽഭാഗം ചെയ്യുന്നുണ്ടോ? We are not even doing 1/4 of what the Pharisees were doing. മത്തായി 5, 6, 7 വായിക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. When you read Matthew 4, 5, 6 and 7, don't misunderstand the ഞാൻ question. ചാടിക്കയറാം, ഞാൻ ചെയ്യാന്ന് ആരും പറയരുത്. Oh, never say, I will do it, I can do it. Don't say. ഇത്രയേ ഉള്ളൂ. ഇതാണ് രാജ്യം. But then there Jesus is trying to show us, this is what is called the kingdom. Everything was falling into place. എല്ലാം അതിൻ്റെ ക്രമത്തിൽ വീഴുമായിരുന്നു. But you know what the problem was? പ്രശ്നം എന്തായിരുന്നെന്ന് അറിയാമോ? The kingdom was not appearing in its fullness. രാജ്യം അതിൻ്റെ ആ പൂർണ്ണതയിൽ വെളിപ്പെട്ട് വരുന്നില്ലായിരുന്നു. അതായിരുന്നു അന്നേരത്തെ You പ്രശ്നം. know why? അതിന്റെ കാരണം എന്തെന്നറിയാമോ? The king could reign only if his people could start living righteous lives. ഹല്ലേലൂയ. കാരണം ഇതാണ്, ദൈവത്തിൻ്റെ ജനം നീതിയുള്ള ജീവൻ ജീവിക്കാൻ തുടങ്ങിയാൽ മാത്രമേ രാജാവിന് രാജ്യത്വം
ആ രാജാവിന് വാഴാൻ പറ്റത്തുള്ളായിരുന്നു, സ്ഥാപിക്കാൻ പറ്റത്തുള്ളായിരുന്നു. ആ കർത്തൃത്വം സ്ഥാപിക്കാൻ പറ്റത്തുള്ളൂ. There could not be another failure. ഇനിയും ഒരു തോൽവി, ഒരു പരാജയം സംഭവിക്കാൻ പറ്റില്ല. Jesus had to make sure that യേശു- his people could win over sin before his kingdom could be established here on earth. യേശുക്രിസ്തുവിന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് മുമ്പേ, ഇനിയും സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പേ ദൈവത്തിന്റെ ജനം പാപത്തിൽ നിന്ന് ഒരു ജയം പ്രാപിച്ചേ മതിയാവൂ എന്ന് യേശുക്രിസ്തു അത് കർശനമാക്കി. He had to produce a holy nation. എന്തെന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന് ഒരു വിശുദ്ധ രാജ്യം കെട്ടി പൊക്കണമായിരുന്നു. His message was different than what they expected. അവർ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും വ്യത്യസ്തമായതായിരുന്നു യേശുവിന്റെ അവസാനം സന്ദേശം. വരെ അവർ ചോദിച്ചു, കർത്താവ് എപ്പോഴെങ്കിലും രാജ്യം തിരിച്ചു തരുമോ എന്ന് ചോദിച്ചു. എപ്പോഴാ? പുനരുത്ഥാന ശേഷം. After the resurrection of Jesus, they asked, Lord, are you going to establish the kingdom now? അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. They could not understand what was happening. Israel was seeing the mighty miracles of Jesus. ഇസ്രായേൽ യേശുവിന്റെ ഭയങ്കരമായ അത്ഭുതങ്ങള് കണ്ടുകൊണ്ടിരുന്നു. And they were waiting for him to become more powerful. യേശു ഇച്ചിരൂടെ അധികാരത്തിലോട്ട് വരും, ഇച്ചിരൂടെ അധികാരത്തിലോട്ട് വരും എന്ന് അവരിങ്ങനെ കാത്തിരിക്കുമായിരുന്നു. But he seems to be avoiding the Romans, the kings, the Romans. പക്ഷെങ്കില് He seems to be avoiding the Romans. പക്ഷെങ്കില് ഈ റോമ സാമ്രാജ്യ, റോമ ആൾക്കാരെ യേശു ക്രിസ്തു ഇങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് വഴുതി മാറാൻ ശ്രമിക്കുന്ന അവരുടെ മനസ്സിൽ കർത്താവ് എങ്ങനെയും ഈ റോമാക്കാരെ ഇവിടുന്ന് പുറത്താക്കണമെന്നാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. The Jews, they thought that Jesus is going to push the Romans out of their place. കർത്താവ് അവരെ പറ്റി ഒന്നും മിണ്ടുന്നില്ല, കർത്താവ് അങ്ങോട്ട് നോക്കുന്ന പോലുമില്ല. But what we see, what they were seeing is Jesus is not addressing the Romans there. He is not even looking at them. കർത്താവ് ബോധങ്ങളെ പുറത്താക്കുന്നു, രോഗങ്ങൾ സൗഖ്യമാക്കുന്നു, കർത്താവ് മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നു. Jesus was only raising the dead, casting out demons, healing the sick. അന്ന് ഒരു കാര്യം കർത്താവ് ചെയ്തെന്താ അറിയോ? പിന്നെയും രാജ്യം എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. But then throughout his ministry we see he is using the word kingdom, kingdom. മത്തായി സുവിശേഷത്തിൽ 55 പ്രാവശ്യമാണ് രാജ്യം എന്നുള്ള വാക്ക് നമ്മൾ കാണുന്നത്. In the Gospel of Matthew, 55 times the word kingdom is written. All discussions was about the kingdom with the disciples all the time. ശിഷ്യന്മാരോട് യേശുക്രിസ്തു സംസാരിച്ചതെല്ലാം രാജ്യത്തെക്കുറിച്ച്. But he began to speak in parables. He began to speak in parables. പക്ഷെങ്കില് ഉപമ രൂപത്തില് യേശുക്രിസ്തു അവരോട് സംസാരിക്കാൻ Disciples were തുടങ്ങി. becoming very confused. ശിഷ്യന്മാർക്ക് ഇത് എന്താണ് യേശു പറയുന്നതെന്ന് മനസ്സിലാക്കാൻ രാജ്യം പറ്റുന്നില്ല. വന്നോ അതോ വന്നില്ലയോ? Did the kingdom come or it didn't come? ലൂക്കോസ് എന്ന് വായിക്കാമോ പെട്ടെന്ന്? ലൂക്കോസ് 11 വാക്യം. Can we read Luke chapter 11 verse 20. 20 വാക്യം? Luke 11:20. എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. The kingdom has come when I cast out the demons, he told them. കർത്താവ് അവരോട് പറഞ്ഞു, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുവാണെങ്കിൽ അതിന്റെ അർത്ഥം ദൈവരാജ്യം വന്നിരിക്കുന്നു എന്ന്. Now look at Luke 19 verse 11. ലൂക്കോസ് 19:11 ഒന്ന് വായിക്കാമോ? അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ യെരൂശലേമിനെ സമീപിച്ചിരിക്കയാലും ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നുകയാലും അവൻ ഒരു ഉപമയും കൂടെ പറഞ്ഞത് എന്തെന്നാൽ, They thought that the kingdom was going to come, that Christ was trying to speak otherwise. യേശുക്രിസ്തു സംസാരിച്ചപ്പോൾ അവർ വിചാരിച്ചു രാജ്യം വരാൻ പോവാണ്. പക്ഷെങ്കിൽ യേശു നേരെ തിരിച്ചായിരുന്നു സംസാരിച്ചത്. ആപ്പഴ ചിന്ത കുഴപ്പമായി പോയി. അവർ what Jesus was speaking they couldn't understand. Now look at Matthew chapter 21, all the more interesting, verse 43. മത്തായിയുടെ സുവിശേഷം 21:43. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആ പാടെ പ്രശ്നമായി. ദൈവരാജ്യം നിങ്ങളുടെ നേരത്തെ ഞാൻ വല്ല കൊടുക്കാൻ പോവുകയാണ്. അയ്യോ, the kingdom of God I'm going to take from you people and give to somebody else.
They couldn't understand, my dear friends, അവർക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ലായിരുന്നു എന്താണ് യേശു പറയുന്നതെന്ന്. because the kingdom had come, but it did not come in its fullness. അതിന്റെ കാരണം എന്തുവാ? ദൈവരാജ്യം വന്നു, പക്ഷെങ്കിൽ അതിന്റെ അപൂർണതയിൽ വന്നില്ല. Now let me explain why. അതിന് കാരണം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. Very important. I'm coming to my most important point here. ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും കാതലായ പോയിന്റ്, പ്രധാനമുള്ള പോയിന്റാണ് ഞാൻ പറയുന്നത്. Because the kingdom actually always means rulership, isn't it? രാജ്യം എന്ന് പറയുമ്പോൾ ഒരു അധികാരിയും അധികാരവും The meaning has not changed anywhere in the Bible. Kingdom always means the king ruling. അത് വേദപുസ്തകത്തിൽ അതിന്റെ അർത്ഥം മാറിയിട്ടില്ല. വേദപുസ്തകത്തിൽ രാജ്യം എന്ന് പറയുന്നത് രാജാവ് വാഴുന്ന സ്ഥലം. But when Jesus Christ told his disciples to submit and to serve, പക്ഷെങ്കിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് കീഴ്പ്പെടുക, സേവിക്കുക, ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ it was still because he was offering them the kingdom. അതിൻ്റെയും കാരണം ഇതായിരുന്നു, ദൈവം യേശുക്രിസ്തു അവർക്ക് രാജ്യം അവർക്ക് വേണ്ടി നീട്ടിക്കൊടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാനായിട്ട് In fact, പറഞ്ഞത്. he said, if you continue to serve, യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ശുശ്രൂഷയിൽ നിങ്ങൾ തുടരുവാണെങ്കിൽ, one day you will reign, you will judge the 12 tribes of Israel. അങ്ങനെ ശുശ്രൂഷയിൽ നിങ്ങൾ തുടരുവാണെങ്കിൽ ഒരു ദിവസം ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളുടെ മേൽ നിങ്ങൾ വാഴും. One day you will judge even the angels. നിങ്ങൾ ഒരു ദിവസം സ്വർഗദൂതന്മാരെ വിധിക്കുന്നവരായി മാറും. Jesus Christ says he who is the greatest is the one who serves. യേശുക്രിസ്തു പറഞ്ഞത് എന്താണ്? സേവിക്കുന്നവൻ, ശുശ്രൂഷിക്കുന്നവനാണ് എല്ലാവരിലും വലിയവൻ. You know why he said that? അത് പറയാൻ കാരണം എന്തെന്നറിയാമോ? Because the one who serves is finally going to get the greatest reward in the kingdom of heaven. കാരണം ഇതാണ്, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്നത് ഈ ശുശ്രൂഷിക്കുന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ ശുശ്രൂഷിക്കുന്ന, സേവിക്കുന്ന വ്യക്തിക്കാണ്. Even Jesus Christ came to serve. യേശുക്രിസ്തു ശുശ്രൂഷിക്കാനായിട്ടാണ് വന്നത്. But he is going to come a second time to rule. പക്ഷെങ്കിൽ രണ്ടാമത് വാഴാനായിട്ട് യേശുക്രിസ്തു വരാൻ പോവുകയാണ്. But he himself had to die before he could reign. പക്ഷെങ്കിൽ യേശുക്രിസ്തു വാഴാൻ വരുന്നതിന് മുമ്പേ യേശു മരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. You know why? അതിന് കാരണം എന്തെന്നറിയാമോ? Listen carefully. ശ്രദ്ധിച്ചു കേൾക്കണേ. Because we were supposed to reign with him. അതിന് കാരണം ഇതാണ്, നമ്മൾ അവൻ്റെ കൂടെ വാഴേണ്ടിയവരായിരുന്നു ആണ്. He died for our sakes. നമ്മൾക്ക് വേണ്ടി ആണ് യേശു മരിച്ചത്. There was no reason for Jesus to die. യേശുവിന് മരിക്കാൻ വേറെ ഒരു There was no കാരണവുമില്ല. sin in him. അവനിൽ പാപം ഒന്നുമേ Devil did not have any hold over him. മരണത്തിന് അവന്റെ മേൽ ഒരു പിടി ഇല്ലായിരുന്നു. He didn't have to prove anything to anyone. ആരെയും ഒന്നും തെളിയിച്ചു കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. Only one reason why he died, my dear friends. സുഹൃത്തുക്കളെ, യേശു എന്തിനാ മരിച്ചെന്നറിയാമോ? He died because you and I can finally reign with him in glory. അവന്റെ കൂടെ മഹത്വത്തിൽ നിങ്ങളും ഞാനും അവന്റെ കൂടെ വാഴാനായിട്ട്, അതിനുവേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ചത്. Only the cross can bring the crown. ആ ഒരു ക്രൂശിന് മാത്രമേ ഒരു കിരീടം കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. Let me come to my point now. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചതിലോട്ട് ഞാൻ വരട്ടെ. The Gospels were all about the kingdom. സുവിശേഷങ്ങൾ മുഴുവനും രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. Suddenly we find Paul. പെട്ടെന്ന് നമ്മൾ കാണുന്നത് പൗലോസ്. And not much talk about the kingdom at all. Not much talk about the kingdom. പൗലോസ് ഈ രാജ്യത്തെക്കുറിച്ച് അധികം ഒന്നും പറയുന്നില്ല. In fact, all that he says most of the time is this. പൗലോസ് ഈ രാജ്യത്തെക്കുറിച്ച് പറയുവാണെങ്കിലും ഇത്രയുമേ പറയുന്നുള്ളൂ, You will inherit the kingdom. നിങ്ങൾ രാജ്യം അവകാശമാക്കും എന്നാണ് പറയുന്നത്. That's all he kept on saying. അതാണ് പിന്നെയും ആവർത്തിച്ച് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ രാജ്യം അവകാശമാക്കും. Look at it carefully, you will find so many verses Paul says in Corinthians.
He says about the kingdom, you will inherit the kingdom. ഇപ്പോൾ കൊരിന്ത്യ ലേഖനത്തിലും പലയിടത്തും പൗലോസ് പറയുന്ന ഇതാണ്, നിങ്ങളെ ദൈവരാജ്യം അവകാശമാക്കും എന്നാണ്. He has no doubt that the kingdom has come, my dear friends. ദൈവരാജ്യം വന്നു എന്ന് പറഞ്ഞില്ല, അല്ല വന്നെന്ന് സംശയമൊന്നുമില്ല. സംശയമൊന്നും പറഞ്ഞില്ല. But he does not want his readers to go off balance. പക്ഷെങ്കിൽ പൗലോസ് ആഗ്രഹിക്കുന്നത് പൗലോസിന്റെ ലേഖനങ്ങൾ വായിക്കുന്നവര് തെറ്റിദ്ധരിക്കരുത് എന്ന് പൗലോസ് കർശനമായിട്ടും Because you see, every time we emphasize the word kingdom, എന്നാൽ കാരണം എന്താ, ഓരോ പ്രാവശ്യവും രാജ്യം എന്നുള്ള ആ കാര്യം നമ്മൾ ഊന്നി പറയുമ്പോൾ the thought always comes about power and glory. നമ്മളുടെ മനസ്സിൽ വരുന്ന ചിത്രം എന്തുവാണ്? ശക്തി, മഹത്വം എന്നാണ് രാജ്യം എന്ന് ചിന്തിക്കുമ്പോൾ വരുന്നത്. But Paul knew very clearly പക്ഷെങ്കിൽ പൗലോസിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു that God was calling us to a life of denial and suffering. നമ്മളെ ദൈവം വിളിക്കുന്ന വിളി, ഈ ജീവിതം ഒരു സ്വയത്തെ ത്യജിക്കുന്നതും ത്യാഗം സഹിക്കുന്നതും കഷ്ടം സഹിക്കുന്ന ജീവിതത്തിലോട്ട് ആ ദൈവം നമ്മളെ വിളിക്കുന്നതെന്ന് പൗലോസിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. This is the confusion in the churches today, my dear friends. സുഹൃത്തുക്കളെ, ഇന്ന് സഭകളിലും ഇത് തന്നെയാണ് Oh, we want ആശയക്കുഴപ്പമായിട്ടിരിക്കുന്നത്. the kingdom to be manifest here on earth today. ഇന്ന് ഇവിടെ ദൈവരാജ്യം വെളിപ്പെടണം, സ്ഥാപിതമാകണം, കാണപ്പെടണം. We want the power and the glory. ഇന്ന് നമുക്ക് ശക്തിയും മഹത്വവും ഒക്കെ പ്രകടനം നമുക്ക് We are കാണണം. just somewhat desperately trying to bring that into our churches. We are trying hard to bring that into our churches. ഈ ഒരു പഠിപ്പീര്, ഈ ഒരു മഹത്വവും ശക്തിയും പ്രകടപ്പെടുന്നത് കാണണമെന്നുള്ളത് സഭകളിൽ പഠിപ്പിച്ച് ബന്ധപ്പെട്ട് പഠിപ്പിച്ച് സഭകളിലോട്ട് കൊണ്ടുവരുവാണ്. Paul began to use the word power in different way. പക്ഷെങ്കിൽ പൗലോസ് ഈ ശക്തി എന്ന് പറയുന്നത് വേറെ രീതിയിലാണ് പറഞ്ഞു He മനസ്സിലാക്കിയത്. began to say you have to be strengthened in the inner man with power. പൗലോസ് ഇങ്ങനെ പറയും, നിങ്ങളുടെ ഉൾമനുഷ്യനില്, ഉൾവ്യക്തിയില് നിങ്ങൾ ശക്തി You പ്രാപിക്കണം. need power for steadfastness, he told them. പൗലോസ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഉറപ്പുള്ളവരായിട്ട് നിൽക്കാനായിട്ട് നിങ്ങൾക്ക് ശക്തി വേണം. Oh, my dear friends, of course we need the miracles. സുഹൃത്തുക്കളെ, നമുക്ക് അത്ഭുതങ്ങൾ വേണം. Of course we need the signs and wonders. നമുക്ക് അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒക്കെ വേണം But തന്നെ. you know what? പക്ഷെങ്കിൽ നിങ്ങൾക്ക് അറിയാമോ, Paul talked about them only when he talked about the miracles that brought people to Jesus. പൗലോസ് ഇതിനെക്കുറിച്ചൊക്കെ, ഈ അത്ഭുതങ്ങളെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞത് എപ്പോഴാണെന്നറിയാമോ? ജനത്തെ യേശുവിലോട്ട് രക്ഷിക്കപ്പെട്ട് കൊണ്ടുവരാൻ മുഖാന്തരം എന്നുള്ള He was a mighty apostle of God. പൗലോസ് ദൈവത്തിന്റെ വലിയ അപ്പോസ്തലൻ തന്നെ. Great miracles happened through him. പൗലോസിൽ കൂടി വളരെ വലിയ അത്ഭുതങ്ങൾ നടന്നു. But he was purposely hiding them. പക്ഷെങ്കിൽ ആ വലിയ വലിയ അത്ഭുത പ്രവർത്തികൾ പൗലോസ് മനഃപൂർവ്വം അതിനെ വലിയ പ്രസക്തി കൊടുക്കാതെ ഒതുക്കുവായിരുന്നു. Just like Christ was hiding them. യേശുക്രിസ്തുവും ഇതുപോലെ ആ അത്ഭുത പ്രവർത്തികളെ വലുതാക്കി കാണിക്കാൻ ആഗ്രഹിച്ചില്ല. അതിനെ യേശുവും മനഃപൂർവ്വം അതിനെ മറച്ചു വെക്കുമായിരുന്നു. Paul knew that the people could come to faith only through the miracles. പൗലോസിന് അറിയാമായിരുന്നു, അത്ഭുതങ്ങൾ കണ്ടാൽ മാത്രമേ ജനം യേശുവിലോട്ട് വരത്തുള്ളൂ. There had to be power of the Spirit being manifest. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുവായിരുന്നു. But what a sad thing if we expect that to happen in our churches all the time. പക്ഷെങ്കിൽ സഭയ്ക്കുള്ളില് അത് മാത്രം എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ എത്ര ദുഃഖകരമായ അവസ്ഥ. ഒരു പ്രശ്നം വന്നു, സപ്പോസ് സം നീഡ് അറൈസ്, ഉടനെ ഒരു വിഷയം വന്നു, ഉടനെ നമ്മളെല്ലാം കൈവച്ച് എത്രയും വേഗം വിഷയത്തിന് മേളിൽ ജയം പ്രാപിക്കണം. Oh, when the problem arises, what we ask is, what we do is we lay hands and we want deliverance. പ്രശ്നം എന്താണെന്ന് പോലും നമുക്കറിയാൻ മനസ്സില്ല. We don't even try to understand what the real problem is. We only call them and we lay hands. That's all we do. സഹോദരന്മാരെ, ഈ നിങ്ങൾ ഈ പോകുന്ന ആ ഇതേ കഷ്ടപ്പാടിൽ കൂടെ തന്നെയാണ് ദൈവം നിങ്ങളെ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്. My brothers, കാരണം കർത്താവും അധികം തന്നെയാ ചെയ്തത്. This problem that you are going through, God wants to use that problem to build you up, to nurture you into godliness.
നമുക്കൊന്നും കേൾക്കണ്ട. സഭയിലെ ദൈവത്തിന്റെ ശക്തി പുറത്ത് ഇറങ്ങി വന്നേ മതിയാവും. We don't want to hear all this. We only want the revealing of God's mighty power. ഇവിടെ അല്പം മഴയല്ലേ ഇയാൾ ഇങ്ങോട്ട് വന്നത്. Something miracle happened in his life. That's why this person is inside the church now. ദൈവം ഇയാളെ മേളിൽ പണിയട്ടെ. Now let God work on him. അതിന് നമ്മൾ സമ്മതിക്കത്തില്ല. Oh, the people won't allow that. Congregation won't allow that. നമ്മുടെ പാട്ടും എല്ലാം ഇത് തന്നെയാണ്. Our songs, ജയം ജയം ജയം. our songs all lead up to it. ജയം Oh, വേണ്ടാന്നല്ല victory, കേട്ടോ. victory, victory. നിങ്ങളും പാസ്റ്ററെ ഞങ്ങൾ തൂക്കിക്കൊല്ലും കേട്ടോ. Pastor, don't poke us too much, പോക്കല്ല, okay? ഇങ്ങനൊന്നും പറയല്ലേ. Pastor, ഞങ്ങളെ പാസ്റ്ററെ കല്ലെറിഞ്ഞ് കൊല്ലും. Pastor, no. കൊന്നോ? Pastor, we are going to stone you to death, okay? If you speak like this. നിങ്ങളുടെയും എൻ്റെയും കഷ്ടപ്പാടിൽ കൂടെ മാത്രമേ നമ്മൾ വളരാൻ പോകുന്നുള്ളൂ. Brothers, I'm telling you, through your and my difficulties, through our sufferings only, can we grow, can we learn and grow in the Lord. രാജ്യം വന്നു. The kingdom has come. Definitely the kingdom has come. ഉറപ്പാണ് രാജ്യം And വന്നിരിക്കുന്നു. I'm not saying God will not do any miracle in your life, my dear friends. ഞാൻ ഇത് പറയുന്നില്ല ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യത്തില്ല എന്ന് പറയുന്നില്ല. ആരോ പറഞ്ഞു പാസ്റ്റർ ഇങ്ങനെ പറയുന്നുണ്ട് ആരും മേൽ കൈവയ്ക്കത്തില്ലെന്ന്. You may say, Pastor, because you are saying like this, we can't even lay hands on people. Nobody will lay. കൈവച്ചേക്കണേ, ഇഷ്ടംപോലെ കൈവച്ചോ. പക്ഷെങ്കില് Please lay hands and pray, don't എല്ലാത്തിനും worry. നിങ്ങൾ ജയം പ്രാപിക്കാൻ പോകുന്നില്ല. കാരണം എന്താ അറിയാമോ? ദൈവത്തിന്റെ വേറൊരു മനസ്സാ ഉള്ളത്. We will not find victory in all the things that we lay hands on and pray, because പൗലോസ് God പ്രാർത്ഥിച്ചു, desires a കർത്താവേ, different way. ഓരോ പറഞ്ഞു കർത്താവേ ഇതൊന്ന് മാറ്റി തരണേ ഈ ശൂലം എന്തുവാ Shulam. അല്ലേ? Paul said, God, Father God, can you remove this thorn from my flesh? മൂന്ന് വട്ടം പ്രാർത്ഥിച്ചു. പിന്നെ പുള്ളിക്ക് He പിടി prayed കിട്ടി. 3 times. നമ്മൾ എത്ര കൊട്ടിയാലും നമ്മൾ പഠിക്കത്തില്ല. നമ്മളെ ഏറ്റവും രസം 3 അല്ല 10 വട്ടം കൊട്ടിയാലും നമ്മൾ പഠിക്കത്തില്ല. We will not learn, even if not 3, even if 10 times God knocks us down, we won't learn. ഈ സഭയെ ജയം ഇല്ലെങ്കിൽ ഞാൻ വേറെ സഭയിൽ എനിക്ക് ജയം കിട്ടും പാസ്റ്ററെ. Pastor, what are you saying? If we won't get victory, we'll go to another church and we'll get victory there. ഓ രാജ്യത്തിനെ പറ്റി അറിയാമേത്തോണ്ടാ കേട്ടോ. Brothers, we say all these things because we don't understand കർത്താവ് 3 പേരെ പൊക്കിക്കൊണ്ടുപോയി. about the kingdom. എവിടാ? കർത്താവ് 3 പേരെ പൊക്കിക്കൊണ്ടുപോയി. എവിടാ? മരുഭൂമലയിൽ കൊണ്ടുപോയി അല്ലേ? Jesus took 3 of his people, 3 of his disciples to Mount of കാരണം അവർ Transfiguration. ക്ഷീണിച്ച് വല്ലാതൊക്കെ ഇരിക്കുവായിരുന്നു. കർത്താവ് പറഞ്ഞു ബാ മോനെ കാണിച്ചു തരാം. They were very tired and they were sitting. Jesus called them and said, "Come, sons, I'll take you to a higher ground." You know what Christ told them before that prophecy that came? Within a few days you will see the kingdom come in power, he told the disciples. മറുരൂപം മലയുടെ അനുഭവത്തിന് മുമ്പേ യേശുക്രിസ്തു അവരോട് പറഞ്ഞിരുന്നു, കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ സ്വർഗരാജ്യം ശക്തിയിൽ വരുന്നത് നിങ്ങൾ കാണുമെന്ന് പ്രവചിച്ചിരുന്നു യേശു. എന്നിട്ട് 3 പേരെ പൊക്കിക്കൊണ്ടുപോയി. And then Jesus took these 3 എല്ലാം disciples. ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. നത്തിങ് ഇസ് ബൈ ആക്സിഡന്റ്. ഒന്നും യാദൃശ്യമായിട്ട് വരുന്നതല്ല, എല്ലാം ദൈവം ക്രമമായിട്ട് They went to the mountain, they saw the glory and they were amazed. They said, we don't want to go back. Oh God, we don't want to go back. അവർ ആ മലമുകളിൽ പോയിട്ട് അവർ ദൈവത്തിന്റെ മഹത്വം കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടുന്ന് ഇനിയും പുറത്ത് ഇനിയും തിരിച്ച് ഞങ്ങൾക്ക് പോകണ്ട, ദൈവമേ പോകണ്ട. ദൈവം ഉടനെ കർട്ടനങ്ങ് നീക്കിയിട്ടു. മതി കണ്ടത്. God immediately closed the curtain. കാരണം എന്താ അറിയാമോ? Enough. താഴെ വേലയുണ്ട്. താഴെ Why? The reason is lower down the valley, you have work to do. ഞാൻ ജസ്റ്റ് ഒരു ട്രെയിലർ കാണിച്ചെന്നേ ഉള്ളൂ. God is saying, I just showed you a glimpse. നിങ്ങൾ തളർന്ന് ക്ഷീണിച്ചു പോകരുത്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം Oh, അറിഞ്ഞായിരുന്നെങ്കിൽ. God is saying is, don't be disheartened, don't be weary. Though the privileges, the benefits that you're going to get is amazing. നമ്മുടെ പ്രശ്നം എന്താ അറിയാമോ? You know what is the problem?
നമ്മളുടെ പ്രശ്നം എന്തെന്നറിയാം? നമുക്ക് ഈ രാജ്യം ഇവിടെ പൂർണ്ണതയിൽ ഇപ്പം വന്ന് ഇറങ്ങണം. അതാണ് നമ്മുടെ We പ്രശ്നം. want this kingdom to come now down here on earth. അത് മിക്കവാറും സ്റ്റേജിലാണ് വരേണ്ടത്, വേറെ എങ്ങുമല്ല. Oh, most of them want the power of God, glory of God to come down here, the kingdom to come in the stage. ആർക്കും വളരാൻ മനസ്സില്ല, എല്ലാം സ്റ്റേജിൽ നിന്ന് വന്നോണം. Everybody wants everything to come down from the stage. They don't want to get it by themselves. ഞാൻ പറഞ്ഞു നമ്മുടെ DNA പറ്റി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ പറഞ്ഞല്ലോ, I told you about telling you the DNA of the church. My dear friends, we are called to be a holy nation. സുഹൃത്തുക്കളെ, ഒരു വിശുദ്ധ രാജ്യം ആകാനായിട്ടാണ് കർത്താവ് നമ്മളെ A വിളിച്ചിരിക്കുന്നത്. kingdom of priests. പുരോഹിതന്മാരുടെ ഒരു രാജ്യം. What a privilege we have. എത്ര വലിയ പദവിയാണ് That we have direct connection with God. നമുക്ക് ദൈവത്തോട് നേരിട്ടുള്ള സംബന്ധം, ബന്ധമുണ്ട്. Yes, the kingdom will come for sure. തീർച്ചയാണ് രാജ്യത്വം വരിക തന്നെ ചെയ്യും. In its glory, in its fullness, it will come. അതിന്റെ ആ മഹത്വത്തിലും അതിന്റെ ആ പൂർണ്ണ ശക്തിയിലും ഈ രാജ്യത്വം വരിക തന്നെ ചെയ്യും. But for now, we know what Paul says. പക്ഷെങ്കിൽ ഇപ്പോഴത്തേക്ക് പൗലോസ് എന്താ പറയുന്നറിയാവോ? Listen very carefully. ശ്രദ്ധിച്ചു കേൾക്കണേ. That I may know him ഞാൻ അവനെ അറിയേണ്ടതിന്, and the power of his resurrection. അവന്റെ പുനരുദ്ധാന ശക്തിയും. He doesn't stop there. അത് പറഞ്ഞിട്ട് ആ Because he പുനരുദ്ധാന knows- ശക്തി എന്ന് പറഞ്ഞ് അവിടെ നിർത്തുന്നില്ല. He knows if he stops there, he will make people go completely off balance. എന്ന് വെച്ചാൽ പൗലോസിന് അറിയാം, അത്രമാത്രം പറഞ്ഞ് അവിടെ നിർത്തിയാൽ ജനം കംപ്ലീറ്റ് ആയിട്ട് തെറ്റിപ്പോകും എന്ന് പൗലോസിന് ഉറപ്പുണ്ട്. He says, and the fellowship of his sufferings. പൗലോസ് അതിവിടെ നിർത്താതെ ബാക്കി പറയുവാണ്, ആ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മയും നിങ്ങൾ അറിയണമെന്ന്. നിങ്ങൾ പറയും മാസ്റ്റർ അത് മാത്രം ഒന്ന് മാറ്റി വെച്ചേക്കണം, എനിക്ക് ആദ്യത്തെ ഇഷ്ടപ്പെട്ടു. We may say, Pastor, only that one thing we don't want, just remove that. All the other things we want. പൗലോസോട് നിർത്തിയില്ല, വീണ്ടും പറയാണ്. Paul did not stop there. He is saying again, Being confirmed to his death. അവന്റെ മരണത്തോളം, എങ്ങനെ മലയാളത്തിൽ എങ്ങനെ, മരണത്തോളം ഏകീഭവി, അനുരൂപപ്പെടുവാൻ. കാരണം ഈ കഷ്ടതയൊക്കെ നമ്മളെ കൊന്നേ പറ്റൂ. we need to come to this place of suffering. അല്ല കഷ്ടങ്ങൾ കൂടെ ദൈവത്തിന് വേണ്ടി കഷ്ടത സഹിക്കുക എന്നുള്ളതല്ല, നമ്മളെ കൊല്ലുന്ന കഷ്ടങ്ങൾ. Not that we are willing to die for Christ, but the sufferings that really kill us. നമ്മുടെ ജഡം, നമ്മളുടെ അഹങ്കാരം എല്ലാം ചാകണം. Now our pride, our self, our flesh, everything needs to die. Let me stop by saying two more things. രണ്ട് കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. Here James and John's mother was very smart. യാക്കോബിന്റെ യോഹന്നാന്റെയും അമ്മ വളരെ സാമർഥ്യകാരിയായിരുന്നു. Because she knew something about Jesus more than her sons knew. ആ മക്കള് യേശുവിനെ കുറിച്ച് മനസ്സിലാക്കിയതിനെക്കാട്ടിലും ഇച്ചിരിയുടെ കൂടുതൽ ചില കാര്യങ്ങൾ ഈ അമ്മ മനസ്സിലാക്കി. ഈ മക്കളുണ്ടായ കർത്താവിനോട് പുറകെ പോയിക്കൊണ്ടിരിക്കുക, പക്ഷെ അവർക്ക് പിടികിട്ടുന്നില്ല. അമ്മയ്ക്ക് പിടികിട്ടി. ഏതാ അമ്മ വീട്ടിലിരിക്കുന്ന അമ്മയ്ക്ക് പിടികിട്ടി. The sons, അങ്ങനെ ഇപ്പോഴത്തെ James and അമ്മമാർ John, they were going behind Jesus, but they were walking behind Jesus all the time. But they didn't realize certain things which their mother realized. ഇപ്പോഴത്തെ അമ്മമാർക്ക് അങ്ങനെ തന്നെ കേട്ടോ, Nowadays the mothers are also like ഭയങ്കര that. സ്മാർട്ടാണ്. Oh, they are too smart. ഞങ്ങളെ പാസ്റ്റർമാർ വെറും പാവങ്ങളാണ്. പാസ്റ്ററെ, ദാ എൻ്റെ ഈ മോനുണ്ടല്ലോ, അവനെ ശരിയാക്കി തരണം കേട്ടോ. Pastor, that son of mine, no, you should work on him and make sure he's made ready. അമ്മ ചെയ്താട്ടെ. Mama, why can't you do it? അഭിഷക്തൻ, തങ്ങളല്ലേ അഭിഷക്തൻ. Oh, you, Pastor, you are the anointed one. You should be doing all this. ഞാൻ ഒരു സാധു ഒരു സ്ത്രീ. Me? I am a poor, quiet lady. പാസ്റ്റർ കിടന്ന്, Poor pastor. ചില പാസ്റ്റർമാർ ചിലപ്പോൾ സഭ വിട്ട് ഓടണമെന്ന് തന്നെ അറിയത്തില്ല, കാരണം ആപ്പടെ പ്രഷർ ടെൻഷനാണ്. Some pastors think, should I leave this church and run away? Don't know what to do. ലേബലും കിട്ടി, അഭിഷക്തൻ. Oh, a label, and they have put a label also on them, anointed one.
അപ്പോസ്തലന്മാർ എന്നൊക്കെ പറഞ്ഞ് ചില പാസ്റ്റർമാർ അപ്പോസ്തലനാക്കി കഴിഞ്ഞു. Some people, some pastors have been labeled as apostles. ആക്കി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഞാൻ അപ്പോസ്തലനായിക്കൊണ്ടിരിക്കുക. Some of them are making themselves apostles. His mother said, told Jesus, യാക്കോബിന്റെയും യോഹന്നാന്റെയും അമ്മ in യേശുവിനോട് your പറഞ്ഞു, kingdom. നിന്റെ യേശുവിനോട് പറയുവാണ്, നിന്റെ അത്രയ്ക്ക് രാജ്യത്തില് അമ്മയ്ക്ക് പിടികിട്ടി. ആണ് ഇവർക്കത് പിടികിട്ടില്ല. നിന്റെ വരാൻ പോകുന്ന രാജ്യത്തിൽ എൻ്റെ ഈ മോൻ അപ്പുറത്തും ആ മോൻ ഇപ്പുറത്തും കൂടെ ഒന്നാക്കി തരണേ, അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. മക്കൾക്ക് പിടിയിട്ടില്ല, പക്ഷെ അമ്മയ്ക്ക് പിടികിട്ടി. നിന്റെ രാജ്യം, ഈ വരാൻ പോകുന്ന ഒരു രാജ്യം ഉണ്ടല്ലോ, ആ രാജ്യത്തിൽ എൻ്റെ ഈ മോന് വലത്തും ഈ മോനെ ഇടത്തും ഇരുത്തിയേക്കണേ. കർത്താവ് എന്താ ചോദിച്ചെന്നറിയാമോ? Do you know what Jesus said? കർത്താവ് ഒരു കാര്യം ചോദിച്ചു, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Jesus asked one question. Can they drink the cup that I am going to drink? യേശു അവളോട് ചോദിച്ചത് ഇങ്ങനെയാണ്, ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം നിന്റെ മക്കൾക്ക് കുടിക്കാൻ പറ്റുമോ? അതിന്റെ അർത്ഥം പിടികിട്ടിയോ? Can you understand what he's താങ്കൾക്ക് trying to തൻ്റെ say? മക്കളെ രാജ്യത്തിന്റെ മഹിമ വരുത്താൻ ആഗ്രഹിക്കുന്ന പക്ഷെങ്കിൽ ഞാനിപ്പോൾ കഷ്ടം സഹിക്കാൻ പോവാണ്, അത് കുടിക്കാൻ തയ്യാറാണെന്നും ചോദിച്ചു. Jesus asked, see, you are a very smart mother and you want your children to sit where I am going to be seated, but I am going to suffer and die. Are your children willing to suffer and die the way I am? തയ്യാറാന്ന് പറഞ്ഞു. അവർ അറിഞ്ഞ പോലും ഇല്ല അവരെന്താ പറയേണ്ടത്. പക്ഷേ ഞാൻ പറയട്ടെ, ഒരാളെ കൊന്നു, യാക്കോബിനെ കൊന്നു ഇല്ലേ, യോഹന്നാനെ പിന്നെ എവിടെ ഇങ്ങനെ ചത്തെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. Those two sons suffered അവരും for കഷ്ടം Jesus. സഹിച്ചു. James was killed and John suffered much, and the end is not written. അന്നേരം അവർക്ക് പിടികിട്ടില്ല, പക്ഷെ ഇതായിരുന്നു കർത്താവ് ഉദ്ദേശിച്ചത്. They didn't understand at that time when Jesus said, but this was what Jesus meant by what he said. Let me close with telling you about the ministry of Paul that Luke mentions in the last chapter of the book of Acts, last two words. അപ്പോസ്തല പ്രവൃത്തിയുടെ അവസാനത്തെ അധ്യായത്തില് അവസാനത്തെ വാക്യങ്ങളില് ലൂക്കോസ് എഴുതുന്നത് ഒന്ന് നമുക്ക് നോക്കാം. 2 verses, അവസാനത്തെ 2 വാക്യങ്ങൾ. Last 2 verses. Acts 28, last 2 verses. അവൻ 30, 31. കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തന്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. Two important things Paul did here, my dear friends. You have to get this clear. പൗലോസ് വളരെ പ്രാധാന്യമുള്ള 2 കാര്യമാണ് അവിടെ ചെയ്തത്. If you miss one, you miss the whole point. ഒരു കാര്യം നമ്മൾ കാണാതെ പോവാണെങ്കിൽ നമ്മൾ മുഴുവനായിട്ടും He തെറ്റിപ്പോകും. was preaching the kingdom of God. അവിടെ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുമായിരുന്നു. But he was also preaching about the Lord, teaching, it says, about the Lord Jesus. പക്ഷെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ പ്രസംഗിക്കുകയും യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്തു. കാരണം യേശുവിനെ പറ്റി പഠിപ്പിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തെ തെറ്റായ രീതിയിൽ നമ്മൾ കാണാൻ തുടങ്ങും. If we don't teach about Jesus Christ, we will see the kingdom of God in a wrong perspective. ക്രൂശിനെ വിളമ്പി കൊടുക്കാതെ ദൈവരാജ്യം പ്രസംഗിച്ചാൽ പ്രശ്നമാണ്. If we don't give importance to the cross and preach kingdom, it is wrong. The teaching is wrong. So I'm not telling you that the kingdom is not here today, my dear friends. ഇന്ന് ഇവിടെ ദൈവരാജ്യം ഇല്ല എന്നല്ല സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത്. I'm just telling you that it is teaching about the Lord Jesus that is ultimately going to take you there. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠിപ്പീരാണ് നിങ്ങളെ അവിടെ എത്തേണ്ട ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിക്കുന്നത്. And Paul tried his best to do that. Read Ephesians, Colossians, Philippians. നമ്മൾ നോക്കുമ്പോൾ പൗലോസ് ജീവിതകാലം മുഴുവൻ ഇതാണ് ചെയ്തത്. എഫെസ്യ ലേഖനം, ഗലാത്യ ലേഖനം, കൊലോസ്യ ലേഖനം ഒക്കെ നമ്മൾ Why was he doing all this? Why was he doing all this? എന്തുകൊണ്ട് പൗലോസ് ഇത് ചെയ്തുകൊണ്ട് നടന്നു? He could have shared about his miracles.
പൗലോസിന് വേണമെങ്കിൽ പൗലോസ് ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് വിളിച്ചു പറയാം. He could have shared about all that he did, every miracle that he did. പൗലോസ് ചെയ്ത ഓരോ സ്ഥലത്ത് പോയപ്പോൾ നടന്ന ഓരോ അത്ഭുതങ്ങളെ കുറിച്ച് വിവരിച്ചു ഒന്നും പറഞ്ഞില്ല. He did not say anything concerning all those. ക്രിസ്തുവിനെ പഠിപ്പിച്ചു. But he taught about Jesus Christ. Because my dear friends, before the crown there is the cross. അതിന് കാരണം എന്താണ് സുഹൃത്തുക്കളെ? ഒരു കിരീടത്തിന് മുമ്പേ ഒരു ക്രൂശ് ഉണ്ട്. If we don't teach Jesus Christ, യേശുക്രിസ്തുവിനെ നമ്മൾ പഠിപ്പിച്ചില്ല എങ്കിൽ we are presenting the wrong gospel. യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിപ്പിച്ചില്ല എങ്കിൽ നമ്മൾ തെറ്റായ സുവിശേഷമാണ് ജനത്തിന്റെ മുന്നിൽ വിളമ്പിക്കൊടുക്കുന്നത്. We'll hear about that later, please. നമുക്ക് അതിനെക്കുറിച്ച് പിന്നെയും ഇനിയും കേൾക്കാം. Can I ask Pastor Jeffy to lead us in the Lord's table, please? പാസ്റ്റർ ജെഫി വന്ന് കർത്തൃമേശയിലോട്ട് നമ്മളെ നയിക്കും. Sunil, can you just